പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. അഴകിലും ഉറപ്പിലും കാലാതീതം. കാലവർഷം കനക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് ജനജീവിതം സ്തംഭിച്ചു. അടുത്ത 4 ദിവസത്തിനുള്ളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം വടക്കൻ സംസ്ഥാനത്തിലേക്ക് പൂർണ്ണമായി വ്യാപിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കേരളത്തിൽ ശക്തമായ കാറ്റോടുകൂടിയ കനത്ത മഴ പലയിടങ്ങളിലും നാശനഷ്ടവും ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളവും മഹാരാഷ്ട്രയും ഉൾപ്പെടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് ജനജീവിതം സ്തംഭിച്ച അവസ്ഥയാണ്. ഇരു സംസ്ഥാനങ്ങൾക്കും പുറമെ പശ്ചിമ ബംഗാൾ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതേസമയം അടുത്ത 4 ദിവസത്തിനുള്ളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം വടക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പൂർണ്ണമായി വ്യാപിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഡൽഹിയിൽ കാലവർഷം എത്തി 2 ദിവസത്തിന് ശേഷം നഗരത്തിന്റെ ചില ഭാഗങ്ങളിൽ നേരിയ തോതിൽ മഴ പെയ്തിരുന്നു. നേരിയ മഴയും ശക്തമായ കാറ്റും വെള്ളിയാഴ്ച വരെയെങ്കിലും തുടരുമെന്നാണ് പ്രവചനം. മഹാരാഷ്ട്രയിൽ വൈകി എത്തിയ കാലവർഷത്തിൽ മുംബൈയിലും പരിസര പ്രദേശങ്ങളിലും നിരവധി നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. റോഡുകൾ ഇടിയുകയും മരങ്ങൾ കടപുഴകുകയും വീടുകൾ തകരുകയും ചെയ്തിട്ടുണ്ട്. തുടർച്ചയായ മഴയെ തുടർന്ന് മുംബൈ നഗരത്തിൽ ഉച്ചയ്ക്ക് ശേഷം സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ശക്തമായ കാറ്റോടുകൂടിയ കനത്ത മഴ പലയിടങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നദികളിലും അണക്കെട്ടുകളിലും ജലനിരപ്പ് ഉയരുകയും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാവുകയും ചെയ്തു. ഇടുക്കി ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുന്നതിനാൽ മുൻകരുതലെന്ന നിലയിൽ പാമ്പ്ള അണക്കെട്ടിന്റെ ഷട്ടറുകളും തുറന്നിരിക്കുകയാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ രാത്രി 11:30 വരെ ശക്തമായ തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നായിരുന്നു ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് മുന്നറിയിപ്പ് നൽകിയത്. ഗുജറാത്തിൽ ജൂനഗഡിയിൽ ഉൾപ്പെടെ അതിശക്തമായ മഴയാണ് രേഖപ്പെടുത്തിയത്. ചിലയിടങ്ങളിൽ കനത്ത വെള്ളപ്പൊക്കവുമുണ്ട്. ജൂലൈ 8 വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശം. ന്യൂനമർദ്ദം പശ്ചിമ ബംഗാൾ, ഒഡീഷ തീരത്തേക്ക് അടുക്കുന്നതിനാൽ ബംഗാളിലെ സൗത്ത് 24 പർഗാനാസ്, പൂർബ മേദിനിപൂർ ജില്ലകളിൽ റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജാർഗ്രാം, പശ്ചിം മേദിനിപൂർ, ഹൗറ എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലേർട്ടും നിലവിലുണ്ട്. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.